ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയിരുന്നു. എൻ്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കണം. എനിക്കതിട്ടൊക്കെ ഒരു പെൻ ഹോൾഡർ. അപ്പോൾ നമുക്കൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കാം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ക്യൂട്ടായിട്ടുള്ളത് ഉണ്ടാക്കണമോ അതോ ഇങ്ങനത്തെ ഉണ്ടാക്കാം. അങ്ങനെ വെച്ചിട്ട് നമുക്ക് പെൻഗ്വിൻ്റെ ഒരു മോഡലിൽ നമുക്കൊരു ഇതുണ്ടാക്കാം, പെൻ ഹോൾഡർ ഉണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ഇതുപോലത്തെ ഒരു പെട്ടി. എൻ്റെ കയ്യിൽ നൈക്കയുടെ പെട്ടിയാണ്, നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള പെട്ടി എടുക്കാം. പിന്നെ ഒരു A4 ഷീറ്റ് പേപ്പർ, ഒരു A4 ഷീറ്റ് ഫുള്ള് വേണ്ട, ഇതുപോലത്തെ ഒരു A4 ഷീറ്റ് പേപ്പർ. പിന്നെ നമ്മുടെ സാധാരണ സാധനങ്ങൾ സ്കെച്ച്, മാർക്കർ, പെന്ന്, അങ്ങനത്തെ കുറച്ച് സാധനം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് പോലെ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഇതുപോലെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മുട്ടയ്ക്ക് കളർ അടിച്ചു, അല്ല കറുപ്പ് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടോ? ഇതിനെ ഫുള്ളായിട്ട് കളർ ചെയ്തെടുക്കുന്നത്. ശരിക്കും ഇത് ഫുള്ള് കളർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷേ ഞാൻ കുറച്ച് അഹങ്കാരം കാണിക്കുന്നുണ്ടെന്ന് അടിച്ചു. ഇനി ഈ വൈറ്റ് ആയിട്ടുള്ള മുട്ടയെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാം. പെൻഗ്വിൻ്റെ ദേഹം എടുത്തിട്ടുണ്ട്, ദേഹം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഗം വയ്ക്കണം. ഇത് തീരെ നമുക്ക് കൊന്നെടുക്കണം. വരുന്നില്ല. ഓക്കെ, കണ്ടോ? ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കണം. ഇനി ഇതിൽ നമ്മൾ ഇതുപോലത്തെ ചെറിയ 2 മുട്ടകളും കൂടി ഉണ്ടാക്കണം. ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്യണം. A4 റൗണ്ട് കട്ട് ചെയ്തിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിനെ ഒട്ടിച്ച് കൊടുക്കണം. ഇവിടെ ഒട്ടിക്കിട്ടേ ഗൈസ്. ഞാൻ വിട്ടു കൊടുക്കാൻ തയ്യാറില്ല. യെസ് കണ്ടോ? അതിൻ്റെ കണ്ണി എടുത്ത് നമുക്ക് അടുത്ത കൊടുക്കാം. നമ്മുടെ പെൻഗ്വിൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കൊള്ളാല്ലേ? ഇനി നമുക്ക് ഉണ്ടാക്കുക മെയിൻ ഐറ്റമാണ് നമ്മുടെ ബോക്സ് സ്റ്റൈലിൻ്റെ ബോക്സ്. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ്, എൻ്റെ റൂംമേറ്റ് എൻ്റെ ഫ്രണ്ട് തന്നതാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് വരാം. നല്ല കളർഫുള്ളായിട്ട് ഇതെടുത്തു, ഒരു സെല്ലോ ടേപ്പ് എടുത്തു. ഇതിൻ്റെ ഇവിടുത്തെ ഭാഗം നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. കാരണം ഇല്ല, നമ്മൾ പേനയൊക്കെ ഇടുമ്പോൾ അത് പുറത്തേക്ക് പോരും. നല്ല ടൈറ്റാക്കി പൊട്ടിക്കണം. നമ്മുടെ ചെറിയൊരു പെൻ ബോക്സാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ കട്ട് ചെയ്യും. ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതുപോലൊരു ബോക്സ് വെക്കുക. അതിന് ചുറ്റും നമ്മൾ ഇതിങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. പിന്നെ നമ്മുടെ കാർഡ്ബോർഡുമായിട്ട് ചിലപ്പോൾ ഇതിങ്ങനെ പേസ്റ്റ് ആവാത്ത കാരണം കൊണ്ട് നമുക്ക് ഒരു മീഡിയേറ്ററായിട്ട് ഒരു A4 പേപ്പർ, നമുക്ക് A4 വേണമെങ്കിൽ ഫുള്ളായിട്ട് ചുറ്റാം. പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും പശയില്ലാത്തത് കാരണം കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഇത് രണ്ടും കൂടി പേസ്റ്റ് ചെയ്യും. അപ്പം ചിലപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് A4 ചെറിയൊരു പീസ് എടുത്തിട്ട് അതിൽ കുറച്ച് പശ വയ്ക്കാം. പക്ഷേ നേരത്തെ നിങ്ങൾ കണ്ടില്ലോ, എൻ്റെ അന്നാവ് വരെ പുറത്തെടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം അത് കാരണം കൊണ്ട് ഈ കുറച്ച് പശ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു, ഇന്നലെ ഇട്ട ഷോർട്സിനകത്ത് പൂവാണ്. ആ പൂവ് ഇതിലേക്ക് വെച്ചു. അപ്പോൾ എനിക്ക് പശ എടുക്കാൻ വേറെ വഴിയില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇതിങ്ങനെ ഉപയോഗിച്ചെന്ന് വരും. കാരണം അത് വരാൻ വരുന്നില്ല, പക്ഷെ തീർന്നില്ല. അപ്പോൾ വേറെ പശ മേടിച്ചിട്ട് നമുക്ക് പുതിയ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ദാരിദ്ര്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് വേസ്റ്റ് ചെയ്യുക. വേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് സെറ്റാക്കുക. അത് സെറ്റായതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ കാർഡ്ബോർഡിൽ ഗം വെച്ചിട്ട് ഈ A4 പുറത്തേക്ക് നമുക്ക് വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇതിൽ കാണുന്ന പോലെ നമ്മൾ ആ കാർബണിൻ്റെ ഇതുണ്ടോ, ഇപ്പോൾ ആ A4 മാത്രമായിരിക്കും ഇത് സ്റ്റിക്കാവുക. അപ്പോൾ നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും ചെയ്യും. അത് പോകത്തുമില്ല. മറ്റേ ബോക്സാകുമ്പോൾ ചിലപ്പോൾ അത് പേസ്റ്റ് ആവാനായിട്ടുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രിക്കിലൂടെ ചെയ്തത്. ഈ ബോക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കളറായിട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ നമ്മളത് ചെയ്തില്ല. കാരണം നമുക്കത്ര ഇതില്ല. കാരണം നിങ്ങൾക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള സെല്ലോ ടേപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കും, നല്ല റൗണ്ടിന് വേണ്ടിയിട്ട്.
അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായാലും ഇത് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അങ്ങനെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാണ്ട് കുറച്ച് വീഡിയോസ് മാത്രം കണ്ടിട്ട് നിങ്ങൾ പോവാണ്. നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ പറയണം. എന്നാൽ മാത്രമേ എനിക്ക് അടുത്തത് ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും പറ്റുള്ളൂ. കണ്ടോ, ഇതിൽ നമുക്ക് അത്യാവശ്യം ഇത് ചെറിയൊരു ബോക്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പേനയും ഒക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റും. നമ്മുടെ പെൻ വളരെ ക്യൂട്ടായിട്ടുള്ള എൻ്റെ പെൻ ക്വീൻ. ഇത് കറണ്ട് പോയത് കാരണം കൊണ്ട് ഞാൻ വേറെ ഒരു ഫോൺ കൂടി ഉപയോഗിച്ചിട്ട് എടുക്കുന്നുണ്ടാണ് കേട്ടോ. ഇങ്ങനെ അത്യാവശ്യം നല്ല ഒരു 3-4 പേനയൊക്കെ ഇട്ട് വെക്കും. പിന്നെ അത്യാവശ്യം ഹൈലൈറ്റർ സ്കെച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഇപ്പുണ്ട്, കാണാൻ തന്നെ ഒരു രസമുണ്ട്. കണ്ടു, ഈ ഫ്ലവറിൻ്റെ വീഡിയോ ആണെങ്കിൽ അത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് പറയട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.